യഹോവ മിശിഹായ്ക്ക് സ്തുതി. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ദൈവവചനത്തെ വ്യഭിചരിക്കുന്ന, ആത്മീയത്തെ കച്ചവടമാക്കിക്കൊണ്ടിരിക്കുന്നവരിൽ നിന്ന് നിന്റെ ആത്മാവിനെ നീ എങ്ങനെ രക്ഷിക്കാം എന്ന വിഷയത്തെക്കുറിച്ചാണ്. ആത്മീയ കച്ചവടത്തിൻ്റെ കള്ളത്തരങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ നിനക്ക് ആത്മാവുണ്ടായിരിക്കണം, ദൈവത്തിൻ്റെ ആത്മാവ്. അതിന് ജ്ഞാനം വേണം. നീതിമാന് കിട്ടുന്ന സമ്മാനമാണ് ഈ ജ്ഞാനം. പ്രഭാഷകൻ 15:1 കൽപ്പനകളിൽ ഉറച്ചു നിൽക്കുന്ന കർത്താവിൻ്റെ ഭക്തന് ജ്ഞാനം ലഭിക്കും എന്നാണ് പറഞ്ഞത്. അതിന് യഥാർത്ഥമായ 10 കൽപ്പന നീ അറിഞ്ഞിരിക്കണം. ക്രിസ്ത്യാനിയെ, നിന്റെ പുരോഹിതൻ പഠിപ്പിച്ച 10 കൽപ്പന അല്ല അത്. നീ പുറപ്പാട് 20 വായിച്ചു നോക്ക്. അതിൽ 2ാമത്തെ കൽപ്പനയും 4ാമത്തെ കൽപ്പനയും നിനക്ക് പരിചയമുണ്ടാവില്ല. അതായത്, നീ വിഗ്രഹാരാധന നടത്തരുതെന്നും ആകാശത്തിലോ ഭൂമിയിലോ ഭൂമിക്കടിയിലോ ജലത്തിലോ എന്ന് വേണ്ട ഒരു സ്വരൂപത്തെയും നീ ഉണ്ടാക്കരുതെന്നും അതിനെ വണങ്ങരുതെന്നുമുള്ള ഒരു കൽപ്പന നീ അറിഞ്ഞിട്ടുണ്ടാവില്ല. പിന്നെ 4ാമത്തെ കൽപ്പന, ശബാത്ത് 7ാം ദിവസം ആചരിക്കണം, അത് ശനിയാഴ്ചയാണ് എന്ന നിയമവും നീ അറിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ 10 കൽപ്പനകളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു ജ്ഞാനിക്ക് അല്ലെങ്കിൽ ഒരു നീതിമാന് മാത്രമേയാണ് ദൈവത്തിൻ്റെ പരിജ്ഞാനം കിട്ടുകയുള്ളൂ. ഞാൻ കർത്താവിൻ്റെ ഭക്തനാണ് എന്ന് സ്വയം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. യേശു എന്താ പറഞ്ഞത്? ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്, അല്ലാതെ നിങ്ങൾ എന്നെയല്ല. ക്രിസ്ത്യാനി എന്താ പറയുന്നത്? ഞാൻ ദിവസവും പള്ളിയിൽ പോകും, ഞാൻ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകും, മറ്റുള്ളവരോട് ക്ഷമിക്കും എന്നൊക്കെയാണല്ലേ. ഒരു ചെകിടത്തടിച്ചാലും മറ്റു ചെകിട് കാണിച്ചു കൊടുക്കും. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകുമെന്നാണ് ഒരു ക്രിസ്ത്യാനി ധരിച്ചു വെച്ചിരിക്കണേ അല്ലേ? പക്ഷേ ആരോടാണിത് പറഞ്ഞതെന്ന് ക്രിസ്ത്യാനി മനസ്സിലാക്കണം. ഒരു കരണം കാണിച്ചാൽ മറുകരണം കാണിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞത് സഹോദരനോടാണ്, സാത്താനോട് അല്ല. മനസ്സിലായ? നിങ്ങളൊന്നും മനസ്സിലാക്കാത്തത്, സഹോദരൻ തെറ്റ് ചെയ്താൽ ആത്മാവിൽ സഹോദരൻ, ജഡികരിൽ സഹോദരനല്ല, ആത്മാവിൽ സഹോദരൻ തെറ്റ് ചെയ്താൽ നമ്മൾ ക്ഷമിക്കണം. അവനാണ് അടിക്കുമ്പോൾ മറുചെകിട് കാണിച്ചു കൊടുത്ത് അവനെ മാനസാന്തരപ്പെടുത്തേണ്ടത്, അല്ലാതെ സാത്താൻ്റെ രൂപത്തിൽ വരുന്ന മനുഷ്യനോടല്ല ഒരു കരണത്തടിച്ചവന് മറ്റേ കരണം കാണിച്ചു കൊടുക്കാൻ കർത്താവ് പറഞ്ഞത്. അവിടെ സഹോദരൻ എന്നുള്ള ഒരു വാക്ക് ഉണ്ട്. ഇനി ഇപ്പോൾ നമ്മളെ പാസ്റ്റർമാർ പഠിപ്പിക്കുന്നത് എന്താണ്? അവരോടൊക്കെ ദൈവം ചോദിച്ചോളൂന്നല്ലേ. ഇപ്പം നമുക്കായാലും ഈ ആത്മീയ മേഖല കച്ചവടത്തിൻ്റെ ആ ഒരു രീതിയിലേക്ക് പോകുമ്പോൾ പല ക്വസ്റ്റ്യനുകളും നമുക്കുണ്ടാവും അല്ലേ. പക്ഷെ അപ്പം നമ്മൾ ഭൂരിഭാഗം ജനങ്ങൾ എന്താ പറയുന്നത്? അവരോട് ദൈവം ചോദിച്ചോളുന്ന് അല്ലേ. അങ്ങനെയാണ്. അപ്പോൾ പാസ്റ്റർമാർ നമ്മളെ അങ്ങനെയാണ് പഠിപ്പിച്ചേക്കണേ, കർത്താവ് അവരെ നോക്കിക്കോളുന്ന് അല്ലേ. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി, ഈ പാസ്റ്റർ എന്തിനാ പിന്നെ ആ ദുഷ്ടന്മാരെ നീതി പഠിപ്പിക്കാൻ അല്ലെങ്കിൽ അവരെ തോൽപ്പിക്കാൻ കർത്താവ് ഉണ്ടാകുമെന്ന് ഈ പാസ്റ്റർ പഠിപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ ആത്മാവിനെ നോക്കാനും കർത്താവില്ലേ? പിന്നെ എന്തിനാണ് ഈ പാസ്റ്റർ? യേശുവ എന്താ പറഞ്ഞത്? എൻ്റെ ദേവാലയം അശുദ്ധമാക്കരുതെന്ന് പറഞ്ഞു അല്ലേ. വ്യാപാരികളുടെ അടുത്ത് വിൽപ്പനക്കാരുടെ മേശകളും ഇരിപ്പിടങ്ങളും തട്ടിമറിച്ചിട്ടു. എന്നിട്ട് ചാട്ടവാറെടുത്തു അല്ലേ. യേശുവ എന്താണ് ഒരു ഡയലോഗ് അവിടെ പറഞ്ഞു? മാർക്കോസ് 11:17 എൻ്റെ ഭവനം നിങ്ങൾ കവർച്ചക്കാരുടെ ഗുഹയാക്കി തീർത്തിരിക്കുന്നു. മനസ്സിലായോ? ഈ കവർച്ചക്കാർ എന്നാൽ എന്താണ്? മറ്റുള്ളവരിൽ നിന്ന് കക്കുന്നവൻ അല്ലേ. അതിൻ്റെ ഗുഹ എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവനിൽ നിന്ന് പണം കവർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഗുഹ. സത്യമാണ് അന്ന് കർത്താവ് പറഞ്ഞത്. ഈ സത്യം ഇന്നും നിലകൊള്ളുകയാണ്. പാവപ്പെട്ടവൻ 24 മണിക്കൂർ അവൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി വരുന്ന കാശ് ഒട്ടും അധ്വാനിക്കാതെ 1 മണിക്കൂർ പ്രസംഗത്തിലൂടെ അവനിൽ നിന്ന് ദശാംശം എന്ന വ്യാജേന തട്ടിയെടുക്കുകയാണ് അല്ലേ. ഇതല്ല ഇന്ന് പൊതുസമൂഹത്തിൽ നടക്കുന്നത്. ഈ ആത്മീയ കച്ചവടം സാധാരണ മനുഷ്യർക്ക് ഒരു പക്ഷേ മനസ്സിലാക്കാൻ കഴിയില്ല. ഇനി അതപ്പോൾ മനസ്സിലാക്കിയാലും അവർക്ക് ഭയമാണ് തിരിഞ്ഞു നടക്കാൻ. എന്താണ്? അവൻ ആത്മാവിനേക്കാൾ വില കൊടുക്കുന്നത് അവൻ്റെ അഭിമാനത്തിനാണ്. ആ അഭിമാനം കാത്തു സൂക്ഷിക്കാൻ അവൻ അറിയാതെ പോലെ അഭിനയിച്ച് തകർക്കാണ്. യഥാർത്ഥ ദൈവത്തെ അറിയണോ നിനക്ക്? എങ്കിലും നീ ആരെ അറിയണ്ടേ? ഇസ്രായേലിൻ്റെ ദൈവത്തെ അറിയണത്. ഇസ്രായേലിൻ്റെ യഹൂദൻ്റെ ദൈവത്തെയാണ് നീ അറിഞ്ഞ് വളരേണ്ടത്. ദൈവത്തെ വിറ്റ് കാശാക്കുന്നവരെയും ദൈവനാമം ദുഷിപ്പിക്കുന്നവരെയും എതിരെ നീ എഴുന്നേൽക്കണം. ആ ഒരു ധൈര്യം കിട്ടണമെങ്കിൽ യഹൂദൻ്റെ ദൈവമായിരിക്കണം നിൻ്റെ ദൈവം.
മനസ്സിലായോ? ഈ സാത്താൻ നാടകമാടുന്ന ഈ അവസാന നിമിഷത്തിൽ നീ നിൻ്റെ വേഷം കെട്ടൽ അവസാനിപ്പിക്കി. നമ്മൾ സിംഹത്തിൻ്റെ കൂടെ നടന്നാൽ ആ സിംഹത്തിൻ്റെ സ്വഭാവം ഉണ്ടാവുള്ളൂ. കഴുതകളുടെ കൂടെ നടന്നാൽ കഴുതയുടെ സ്വഭാവമാവും. ഒരു ചെകിടത്തടിക്കണത് മറ്റു ചെകിട് കാണിച്ചു കൊടുക്കും അല്ലേ? എന്താ യഹൂദൻ്റെ പ്രത്യേകത? അവർ സിംഹക്കുട്ടികളാണ്. അപ്പോൾ അവരുടെ ദൈവവും സിംഹമാണ്. അപ്പോൾ നമ്മൾ അവരുമായിട്ടാണ് ഇടപഴകി പോകുന്നത് എങ്കിൽ നമുക്കും ആ ധൈര്യം കിട്ടും. അല്ലെങ്കിൽ നമ്മൾ കഴുതകളെ പോലെ തന്നെയാകും. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, സുവിശേഷത്തിൽ എപ്പോഴെല്ലാം പരിശുദ്ധാത്മാവ് നിറഞ്ഞിട്ടുണ്ടോ അപ്പോൾ ശക്തിയാണ് കാണിച്ചിട്ടുള്ളത്. മനസ്സിലായോ? വചനം വിറ്റ് തിന്നുന്നവരെ കാണുമ്പോൾ എപ്പോഴും ആത്മാവ് നിറഞ്ഞവർക്ക്, ദൈവാത്മാവ് നിറഞ്ഞവർക്ക് ദേഷ്യമാണ് വരിക. അവിടെ ശക്തിയാണ് കാണിക്കുക. നിങ്ങൾ ദാവീദിൻ്റെ കാര്യം തന്നെ എടുത്തേ. ദാവീദ് ഗോലിയാത്തിനെ കൊന്നില്ലേ? അല്ലാതെ ഗോലിയാത്തിനെ കണ്ടപ്പോൾ, ഇസ്രായേൽക്കാരെ നശിപ്പിക്കാൻ വന്ന ഗോലിയാത്തിനെ കണ്ടപ്പോൾ, അവനിലെ സാത്താനെ മനസ്സിലാക്കിയപ്പോൾ നിന്നോട് ദൈവം ചോദിച്ചോളും എന്നാണോ ദാവീദ് പറഞ്ഞത്? അല്ലല്ലോ. അവൻ യഥാർത്ഥത്തിൽ ഒരു സാത്താനായിരുന്നു. അതായത് മൃഗത്തിൻ്റെ സംഖ്യ 666 ആണ്. നിങ്ങൾക്കറിയാലേ, എതിർ ക്രിസ്തുവിൻ്റെ സംഖ്യ 666, മനുഷ്യൻ്റെ സംഖ്യ 666 എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അതുപോലെ ദൈവിക പൂർണ്ണതയുടെ സംഖ്യയാണ് 7 എന്നുള്ളത്. അപ്പോൾ അന്ന് വന്ന ഈ ഗോലിയാത്തിന് ഹൈറ്റ് 6 മുഴമായിരുന്നു. അവൻ്റെ കുന്തത്തിന് 6 ഷെക്കൽ ഇരുമ്പുണ്ടായിരുന്നു. അങ്ങനെ 666 ആയ തനി സാത്താനായ ഗോലിയാത്തിനോട് ദാവീദ് എങ്ങനെ പടപൊരുതിയോ അങ്ങനെയാണ് 666 നമ്മൾ മനസ്സിലാക്കണം. ഇത് ദൈവിക ജ്ഞാനമുള്ളവർക്കേ മനസ്സിലാവുള്ളൂ. ആത്മീയ കച്ചവടം കാണുമ്പോൾ അവർക്കെതിരെ ഉണർന്ന് എഴുന്നേൽക്കണമെങ്കിൽ ആ 666 മനസ്സിലാക്കാൻ കഴിയുന്ന ദൈവിക പരിജ്ഞാനത്തിൽ നമ്മൾ വളരണം. ഇനി ഹോറേബ് മലയിൽ നിന്ന് മോശ ദൈവം കൊടുത്ത 10 കൽപ്പനയുമായി ഇറങ്ങി വന്നല്ലേ? അപ്പോൾ താഴെ എന്താ കണ്ടത്? കാളക്കുട്ടിയെ വിഗ്രഹാരാധന നടത്തുന്ന ഒരു ജനം അല്ലേ? ഒരു വർഷിപ്പ്, ഇന്ന് നടക്കുന്ന പോലത്തെ ഒരു വർഷിപ്പ് അല്ലേ? അപ്പോൾ എന്താ അവിടെ ഉണ്ടായത്? അപ്പോൾ ആത്മാവിൻ്റെ വചനം കയ്യിലുള്ളവർക്ക് ഈ തെമ്മാടിത്തരങ്ങൾ കാണുമ്പോൾ ആത്മാവിൽ കത്തുമല്ലേ? മോശയെ പറ്റി എന്താ പറയുന്നത്? ഏറ്റവും സൗമ്യനായ മനുഷ്യൻ എന്നാണ്. ആ സൗമ്യനായ മനുഷ്യന് വരെ ദേഷ്യം വരണമെങ്കിൽ ആ 10 കൽപ്പന അടിച്ച് ഉടച്ച് ദേഷ്യം വന്ന് അധോനായുടെ പക്ഷത്താരുണ്ട് എന്ന് ചോദിക്കണമെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. അത് ആത്മാവുള്ളവർക്ക് ആത്മീയ കച്ചവടം കാണുമ്പോൾ ആ ആത്മാവ് കത്തുകയുള്ളൂ. അതായത് ഇസ്രായേൽക്കാരെ ഈജിപ്തിൽ നിന്നും കർത്താവ് എത്ര കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന് അവരുടെ കൂടെ നടന്നു അല്ലേ? അപ്പോൾ നിങ്ങളൊരു കാര്യം അവിടെ ചിന്തിക്കണം. ആ ഇസ്രായേൽക്കാരുടെ കൂടെ ഈജിപ്തിൽ നിന്ന് വന്നപ്പോൾ സമ്മിശ്ര ജാതികളും കൂടെ ഉണ്ടായിരുന്നു. അതായത് സംഖ്യാപുസ്തകം 11:4 വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ സമ്മിശ്ര ജാതികളാണ് ഭക്ഷിക്കാൻ മാംസം വേണമെന്ന് പറഞ്ഞ് അവിടെ ബഹളം കൂട്ടിയത്. അപ്പോൾ അത് അതായത് യഹൂദർ മാത്രമാണ് അതിൽ ഉണ്ടായിരുന്നത് എങ്കിൽ ആ യഹൂദരെ കാനാൻ ദേശത്തേക്ക് കർത്താവിന് എളുപ്പം തന്നെ കൊണ്ടുപോകാമായിരുന്നു. പക്ഷേ അവർ ഇടകലർന്ന് പോയി. അപ്പോൾ ഈ സമ്മിശ്ര ജാതികളും കൂടി ഉണ്ടായിരുന്നത് കൊണ്ടാണ് അവർ ദൈവത്തിൻ്റെ വഴിയെ വരാതിരുന്നത്. അവരാണ് അന്ന് ബഹളം വെച്ച് ഞങ്ങൾക്ക് ഒരു ദൈവത്തെ ഉണ്ടാക്കി തരാൻ പറഞ്ഞ് കാളക്കുട്ടീനെയൊക്കെ അവർ അവിടെ ഒരു പ്രതിഷ്ഠിച്ച് വർഷിപ്പൊക്കെ നടത്തിയത്. മനസ്സിലായോ? അപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് കൊണ്ടെന്ന് സ്നേഹിച്ച ദൈവത്തെ അവർ മറക്കുന്ന കണ്ടപ്പോൾ മനുഷ്യനായ കേവല സൗമ്യനായ ഒരു മോശയ്ക്ക് പോലും അത് സഹിക്കാൻ പറ്റിയില്ല അല്ലേ? അദോനായുടെ പക്ഷത്തുള്ളവർ ആരെന്ന് മാറ്റി നിർത്തി എന്താ പറഞ്ഞത് മോശ? വെട്ടി വീഴ്ത്തിക്കോ അല്ലേ? അതായത് അമ്മയായാലും സഹോദരനായാലും ഒന്നും നോക്കണ്ട, വെട്ടി വീഴ്ത്തിക്കൊള്ളാൻ പറഞ്ഞല്ലേ? അതുപോലെ തന്നെ ഏലിയാവിൻ്റെ കാര്യം നിങ്ങൾ എടുത്തു നോക്കി. 450 ബാലിൻ്റെ പ്രവാചകരെ വെട്ടി വീഴ്ത്തിയില്ലേ? ഇതൊക്കെ ആത്മാവ് വന്നപ്പോൾ ഉണ്ടായ സംഭവമല്ലേ? അല്ലാണ്ട് അവരോടൊക്കെ നിങ്ങളോട് ദൈവം ചോദിച്ചോളും എന്ന് പറഞ്ഞിരിക്കുകയാണോ ചെയ്തത്? നിയമാവർത്തനം 18:21 നിങ്ങൾ വായിച്ചു നോക്കി. ഒരു പ്രവാചകൻ എങ്ങനെയാണ് ഒരു പ്രവാചകൻ എന്ന് നിങ്ങൾ അവരെ തിരിച്ചറിയേണ്ടതാണ് അവിടെ പറയണേ. കേൾക്കൂ. ഒരു പ്രവാചകൻ ഞാൻ അവനോട് കൽപ്പിക്കാത്ത വചനം എൻ്റെ നാമത്തിൽ അഹങ്കാരത്തോടെ പ്രസ്താവിക്കുകയോ അന്യ ദൈവങ്ങളുടെ നാമത്തിൽ സംസാരിക്കുകയോ ചെയ്താൽ അവൻ വധിക്കപ്പെടണം. മനസ്സിലായോ? കർത്താവ് അരുളി ചെയ്യാത്തതാണ് എന്ന് ഈ പ്രവാചകൻ പറഞ്ഞതെന്ന് നമ്മൾ എങ്ങനെ അറിയുക എന്ന് നീ മനസ്സിൽ ചോദിച്ചാൽ എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? ഒരു പ്രവാചകൻ ദൈവത്തിൻ്റെ നാമത്തിൽ സംസാരിക്കുന്ന കാര്യം സംഭവിക്കാതിരുന്നാൽ
അവൻ ദൈവത്തിൽ നിന്നുള്ളവനല്ല, ആ പ്രവാചകൻ സ്വയം സംസാരിച്ചതത്രേ, അവന് നീ പേടിക്കണ്ട എന്നാണ് പറഞ്ഞത്. ചില പാസ്റ്റർമാര് ഇന്ന കാര്യം നടക്കുമെന്ന് പറഞ്ഞിട്ട് നടക്കാതിരിക്കൂലേ? അപ്പൊ തിരിച്ചു ചെന്ന് ജനം ചോദിക്കില്ലേ, പാസ്റ്റർ അന്ന് പറഞ്ഞിട്ട് അത് നടന്നില്ലല്ലോ എന്ന്. അപ്പൊ ഇന്നാൾ ഞാൻ ഒരു വീഡിയോ ഒക്കെ ഉണ്ട്. അപ്പൊ എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, അത് ഞാൻ പറഞ്ഞതല്ല, ആ സമയത്ത് ദൈവാത്മാവ് വന്നപ്പോൾ പറഞ്ഞതാണ്. ദൈവാത്മാവല്ലേ, ചിലപ്പോൾ തെറ്റൊക്കെ വരാമെന്നല്ലേ. നിങ്ങൾ ഈ വചനം വായിച്ചു നോക്ക്, ആവർത്തനം 18:21 വായിച്ചു നോക്ക്. അവൻ കള്ളപ്രവാചകനാണ്. യഥാർത്ഥ പ്രവാചകനാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ആലോചിക്കുക, ദൈവത്തിന് തെറ്റുപറ്റുകയില്ല, ദൈവാത്മാവിന് തെറ്റുപറ്റുകയില്ല. ദൈവത്തിന് ഒരു വാക്ക് മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? അപ്പോൾ ദൈവാത്മാവ് എപ്പോഴും സുഖിപ്പിച്ചിട്ടല്ല നിങ്ങളോട് സംസാരിക്കുക. അത് നിങ്ങൾ ചിന്തിച്ച് നോക്ക്. ജെറമിയ പ്രവാചകന്റെ തന്നെ അതെടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ മറ്റ് കള്ളപ്രവാചകന്മാർ പറഞ്ഞല്ലേ സുഖിപ്പിച്ച് സംസാരിച്ചു അല്ലേ? അപ്പോഴും ജെറമിയ പ്രവാചകൻ പറഞ്ഞു, അല്ല, നിങ്ങൾക്ക് വിനാശമാണ് വരാൻ പോണേന്ന് പറഞ്ഞല്ലേ. അപ്പൊ ഈ സുഖിപ്പിച്ച് സംസാരിക്കുന്ന ആത്മാക്കളെ അല്ലെങ്കിൽ സുഖിപ്പിച്ച് സംസാരിക്കുന്ന സാത്താനാണ്. അവരെയാണ് ഇന്നത്തെ ജനങ്ങൾക്ക് ആവശ്യം. ഞങ്ങളെപ്പോലെ ഇതല്ല, ഇങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത്, പശ്ചാത്തപിക്കുന്ന പറയുന്നവരെ എല്ലാവർക്കും ഭയങ്കര ദേഷ്യമാണ്. അപ്പോൾ ദൈവാത്മാവ് വരുമ്പോൾ എന്താ ഉണ്ടാവുന്നത്? ദൈവാത്മാവ് പറയും, എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ പറയും, ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നാണ് ബൈബിളിൽ പറയുന്നത് അല്ലേ. സാത്താനെ കണ്ട കാലെ വാരി അടിക്കാനാണ് ദൈവാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നത്. അല്ലാണ്ട് അവനോട് ദൈവം ചോദിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാനല്ല. മനസ്സിലാകാം. ദൈവവചനത്തോട് കൂറുള്ളവരാകണം. വചനം വിട്ട് ഇടത്തും വലത്തും പോകാൻ പാടില്ല. അപ്പോൾ സങ്കീർത്തനം 118 എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. അദോനായുടെ പക്ഷത്തിരിക്കുമ്പോൾ മനുഷ്യന് നമ്മോട് എന്ത് ചെയ്യാൻ കഴിയും? അദോനായുടെ പക്ഷത്താണ് നമ്മൾ എങ്കിൽ നമ്മൾ ഒരമ്മയുടെ ഇപ്പോൾ ഒരു വലിയ സംഭവം ഒരു ബോംബ് ബ്ലാസ്റ്റ് അല്ലെങ്കിൽ ഒരു വലിയ വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാവാന്ന് വിചാരിക്കുക. ഒരു കുഞ്ഞ് ഒരമ്മയുടെ നെഞ്ചിൽ കിടന്നുറങ്ങാണ്. ഇതൊന്നും ആ കുഞ്ഞിനറിയില്ല. ആ കുഞ്ഞ് എല്ലാ സുരക്ഷിതത്വവും ആ അമ്മയിലാണ് കാണുന്നത്. ഒരു പക്ഷെ അമ്മ പേടിച്ചായിരിക്കാം ഇരിക്കണേ. ഇന്നത്തെ പെറ്റമ്മ പോലും മക്കളെ മറക്കുന്ന സമയമാണല്ലേ. അപ്പോൾ ഈ അമ്മ ഈ കുട്ടിയെ പ്രൊട്ടക്റ്റ് ചെയ്യുമെന്ന് ഈ കുട്ടി വിശ്വസിച്ചിട്ട് സുഖമായിട്ട് ഉറങ്ങുന്ന ഒരു കുഞ്ഞിനെ പോലെ അല്ലേ. ആ ഒരു സ്വസ്ഥത ആലോചിച്ച് നോക്കി. പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല എന്ന ദൈവം പറഞ്ഞേക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ പൈതൽ അത്രയ്ക്ക് സുരക്ഷിതനത്രേ. മനസ്സിലായോ? അതുകൊണ്ട് അദോനായുടെ പക്ഷത്താണ് നാം ഇരിക്കുന്നതെങ്കിൽ വെറും ഈ ചീളും മനുഷ്യരും നമ്മൾ എന്തിന് ഭയപ്പെടണം? ദൈവവചനത്തിൻ്റെ ശക്തി മനസ്സിലാക്കണമെങ്കിൽ അത് ദൈവത്തെ മുറുകെ പിടിക്കുന്നവർക്ക് മാത്രമേ സാധിക്കുള്ളൂ. ദൈവാത്മാവ് വരുന്നവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. ഇനി സാംസണെ നിങ്ങൾ ചിന്തിച്ച് നോക്കൂ. സാംസൺ ദൈവാത്മാവ് വന്നപ്പോൾ എന്താ ഉണ്ടായേ? അവരോടൊക്കെ ദൈവം ചോദിക്കട്ടെ എന്ന് പറഞ്ഞിരിക്കുകയാണോ ചെയ്തേ? അല്ലല്ലോ. ഒരുമിച്ച് കൊന്നു കളഞ്ഞില്ലേ ദൈവാത്മാവിൻ്റെ വന്നപ്പോൾ ആ ശക്തി. മനസ്സിലായി? അതായത് പറ്റിക്കപ്പെടാൻ റെഡിയായി നിൽക്കുന്നിടത്തോളം കാലം, ഒരുപാട് പേര് പറ്റിക്കപ്പെടാൻ റെഡിയാണ് എന്ന് പറഞ്ഞ് നിൽക്കുന്നിടത്തോളം കാലം പറ്റിക്കാൻ ഒരുപാട് പേര് ഉണർന്നെഴുന്നേൽക്കുന്നേ. മനസ്സിലായോ? കഴുതകളെ കൂട്ടത്തിൽ വളരുന്ന കഴുതയെ പോലെയാണ് ഇന്നത്തെ ജനം. ശേഷിയില്ലാത്ത. മനസ്സിലായ? അതായത് എപ്പോഴും മറ്റവൻ അടിച്ചാൽ മറചവടി കാണിച്ചു കൊടുക്കുന്ന പുരോഹിതന്മാരും പാസ്റ്റർമാരും ഒക്കെ പഠിപ്പിച്ചിട്ട് ആ വചനങ്ങൾ മാത്രം കേട്ട് നടന്നിട്ട് അങ്ങനെ കഴിയുന്ന ഒരു പ്രതികരണശേഷിയില്ലാത്ത ഒരു ജനതയാണ് ഇന്ന് ഈ സാത്താൻ ഇറങ്ങി നടക്കുന്ന ഈ അന്ത്യകാലത്ത് നടക്കുന്നത്. അപ്പം അറിയാണ്ട് പോലും ക്രിസ്ത്യാനി വേഷം കെട്ടി അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ സാത്താൻ്റെ രൂപവും ഭാവവും തിരിച്ചറിഞ്ഞ് നിന്റെ നാവിനെ മൂർച്ചയേറിയ വാളാക്കണം. മനസ്സിലായോ? വേഷം കെട്ടലിൽ ഈ കുറേ വിശുദ്ധന്മാർക്ക് ഒരു കാറ്റഗറി ഉണ്ട്. എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടപ്പോൾ കുറേ പേര് പറഞ്ഞായിരുന്നു, മൂട എന്ന് വിളിച്ചിരിക്കുന്നു. മൂട എന്ന് വിളിച്ചാൽ സഹോദരി നരകത്തിൽ പോവില്ലേ? നിങ്ങളതെടുത്ത് വായിച്ചു നോക്ക്. മത്തായി 5:22 അവിടെയും കൊടുത്തേക്കുന്നത് സഹോദരനോട് എന്നാണ്. നിന്റെ സഹോദരനെ മൂട എന്ന് വിളിച്ചാൽ എന്നാണ്. അപ്പം നിങ്ങൾ ചിന്തിച്ചു നോക്ക്, സഹോദരൻ ആരാണ്? അത് ആത്മീയ സഹോദരരാണ്, ജഡികരായ സഹോദരല്ല. ആത്മീയരായ സഹോദരർ പരസ്പരം തെറ്റ് ചെയ്താൽ ക്ഷമിക്കണം. മനസ്സിലായോ? അല്ലാതെ സാത്താൻ്റെ രൂപത്തിൽ വരുന്ന സഹോദരരോട് എല്ലാം അങ്ങനെ സംസാരിക്കേണ്ടത്. മനസ്സിലായി? നമ്മൾ ഈ വായ കൊണ്ട്, ഞാൻ മുൻപത്തെ വീഡിയോയിൽ തെറ്റും പാപവും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് പറഞ്ഞു തന്നില്ലേ? നമ്മളോട് ചീത്ത പറയാൻ വരുന്ന ഒരാളെ മൂട എന്ന് വിളിച്ചത് കൊണ്ടോ അണ്ണാക്കിലേക്ക് തിരികെ കയറ്റണം എന്ന് പറഞ്ഞ ഒരു വാക്ക് പറഞ്ഞത് കൊണ്ടോ നമ്മൾ നരകത്തിലേക്ക് പോകില്ല. അയാൾ നല്ലവനാണെന്ന് തിരിച്ചറിഞ്ഞാൽ എനിക്ക് സോറി പറയാം അല്ലേ?
അവിടെ തീർന്നു ആ തെറ്റ്. അത് വെറും ഒരു പാപമല്ല, നിങ്ങൾ അത് മനസ്സിലാക്കുക. എന്നിട്ട് കഠിനമായ പാപങ്ങൾ ചെയ്ത് അതൊന്നും ഞങ്ങൾ പാപമല്ല ചെയ്യുന്നതെന്ന് നോക്കിയിരിക്കുകയാണ്. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നത്, വായിൽ നിന്ന് വീഴുന്നതൊക്കെ, ഇതൊക്കെ വലിയ മഹാപാപമാണ്. എന്നാൽ ഞാൻ ചെയ്യുന്ന വിഗ്രഹാരാധനയ്ക്കോ ഞാൻ ദൈവാത്മാവിനെതിരെ കുറ്റം പറയുന്നതിന് വളരെ മോശമായിട്ട് ഒരു സ്ത്രീയാണെന്ന് പോലും ധരിക്കാതെ കമൻസ് ഇടുക, അതൊന്നും ഒരു പാപമല്ല അല്ലേ? ഇങ്ങനെയൊക്കെ വിളിക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. എനിക്കതൊന്നും പ്രശ്നമില്ല. ഓക്കെ, അപ്പോൾ എന്താ പറഞ്ഞു വരുന്നത്? ഒരു ദിവസം വിധി ദിനത്തിൽ ദൈവം നിന്നോട് വന്ന് ചോദിക്കും. എന്താ ചോദിക്കുക? എൻ്റെ വചനത്തെ നീ വ്യഭിചരിക്കണ കണ്ടപ്പോൾ നീ ദൈവം നോക്കിക്കോളൂ എന്ന് പറഞ്ഞ് നീ നോക്കിയിരുന്നില്ലേ? നിനക്ക് തന്ന ഒരു താലന്ത് നീ കൊണ്ട് കുഴിച്ചിട്ടില്ലേ? കർത്താവ് നോക്കിക്കോളൂ എന്ന് പറഞ്ഞ് ആ താലന്ത് നീ കൊണ്ട് കുഴിച്ചിട്ടവനെ പോലെ ആയില്ലേ? അപ്പോൾ ആ കുഴിച്ചിട്ട നിന്നെയും അവനെ പോലെ തന്നെയാണ് ദൈവം കണക്കാക്കുക. അവനെ കൊണ്ടിട്ട ആ താഴേക്കിടയിൽ തന്നെ നിന്നെയും കൊണ്ടിടും. മനസ്സിലായോ? പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വരുന്ന സ്വസ്ത്രക്കാഴ്ച എന്നും പറഞ്ഞ് അത് ഇരട്ടിയാക്കുന്ന ആത്മീയത്തെ കച്ചവടം കാണുമ്പോൾ എന്താണ് നിങ്ങൾ പ്രതികരിക്കാത്തത്? ഇതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. കർത്താവ് എന്താ പറഞ്ഞത്? വിളവധികം വേലക്കാരോ ചുരുക്കം എന്നല്ലേ? വിളവ് ഇന്ന് റെഡിയാണ് അല്ലേ? പക്ഷേ നമുക്ക് ചുറ്റും കളകളുണ്ട്. കളകളും വിളകളും ഒരുമിച്ച് വളർന്നു നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ അന്ത്യകാലഘട്ടം. അപ്പോൾ നീ കള പറിക്കുന്ന കർത്താവ് പറയണത് കൊയ്യാൻ കർത്താവ് റെഡിയാണെന്നേ. അത് അവസാനം കർത്താവ് വന്ന് കൊയ്തോളും. പക്ഷെ നീ കള പറിക്കി. നിന്റെ ചുറ്റുമുള്ള കളകൾ പറിച്ചാൽ മാത്രമേ നിന്നെ കാണാൻ കർത്താവിന് പറ്റുള്ളൂ. സ്നാപയോഹനാൻ എന്താ പറഞ്ഞത്? പരിശുദ്ധാത്മാവ് പറഞ്ഞ പണലി സന്തതികളെ, സർപ്പസന്തതികളെ എന്നൊക്കെ വിളിച്ചത്. മനസ്സിലായോ? അല്ലാണ്ട് കാതിന് ഇമ്പമുള്ള രീതിയിൽ അന്ത്യകാലമായിട്ടും വചനം തെറ്റായ രീതിയിൽ ക്ഷമിക്ക്, നീ ഒരു ചെവിടത്തടിക്കുമ്പോൾ മറ്റേ ചെവിട് കാണിച്ചു കൊടുക്ക്, പ്രാർത്ഥിക്ക്, സ്വസ്ത്രക്കാഴ്ച കൊടുക്ക്, നിനക്ക് അനുഗ്രഹം തരും എന്ന് പ്രസംഗിക്കുന്ന വല്ല പാസ്റ്റർമാർ ഉണ്ടെങ്കിൽ അത് ദൈവാത്മാവല്ല. നിങ്ങൾ ബൈബിൾ എടുത്ത് വായിച്ചു നോക്കിക്കോ. പഴയ നിയമവും പുതിയ നിയമവും ഒക്കെ എടുത്ത് നിങ്ങൾ വായിച്ചു നോക്കിക്കോ. ഇങ്ങനെ സുഖിപ്പിക്കുന്നത് ദൈവാത്മാവല്ല. നിന്റെ ചുറ്റുമുള്ള കളകളെ നീ പറിച്ച് എറിഞ്ഞാലേ വിളയായ നിന്നെ, കതിരായ നിന്നെ ദൈവത്തിന് കാണാനായിട്ട് സാധിക്കുള്ളൂ. മനസ്സിലായ? ഇനി കർത്താവ് ചോദിക്കുകയാണ്, ഈ ആത്മീയ കച്ചവടങ്ങൾ ചുറ്റും പെരുകിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവ് ഈ അവസാന നിമിഷം നമ്മോട് ചോദിക്കുകയാണ്, ആരെനിക്ക് വേണ്ടി സംസാരിക്കും, ആരെനിക്ക് വേണ്ടി പോകുമെന്ന്. അതിത്തിരി ബുദ്ധിമുട്ടാണെന്നേ. കർത്താവ് വെട്ടാൻ പറഞ്ഞാൽ വെട്ടണം. മനസ്സിലായോ? എന്താ ക്രിസ്ത്യാനിയെ നട്ടെല്ലുണ്ടാവേണ്ടത്? മനസ്സിലായോ? വചനം വിറ്റ് കാശാക്കുന്നവരെ കാണുമ്പോൾ ചാട്ടവാറത്ത് അടിക്കേണ്ട തൻ്റെ ഇടം ഉണ്ടാകുമ്പോഴാണ് ഒരു ക്രിസ്ത്യാനിയാകേണ്ടത്. അപ്പോഴാണ് ക്രിസ്ത്യാനിയാകുന്നത്. മനസ്സിലായ? അതിന് വചനത്തിൻ്റെ യഥാർത്ഥ അർത്ഥം ക്രിസ്ത്യാനി അറിഞ്ഞിരിക്കണം. അത് ആരും പറഞ്ഞു കൊടുത്തിട്ടില്ലല്ലോ, ആരും പഠിപ്പിച്ചിട്ടില്ലല്ലോ. വചനം അറിയാത്ത കുറേ കള്ള ക്രിസ്ത്യാനികളുണ്ട്, അഭിനയിക്കുന്നവരല്ലേ. അതായത് പഴയ നിയമം എന്താ, പുതിയ നിയമം ആർക്ക് വേണ്ടിയിട്ടാണ് ഒന്നും അവർക്കറിയില്ല. ഈ പാസ്റ്റർമാർ വിഷം കുത്തിവെച്ച കുറേ ഒരു മനസ്സിൽ കൊണ്ടിട്ടിട്ട് അവർ തല്ലുപിടിക്കാനായിട്ട് നമ്മളോട് എതിർക്കാനായിട്ട് കുറേ വചനവും അതൊക്കെ കൊണ്ടുവരും. രക്തത്തിൽ ഇറങ്ങിക്കിടക്കാണ്. നിങ്ങൾ ഒരു കാര്യം ആലോചിക്കുക. എന്താ കർത്താവ് പറഞ്ഞത്? പഴയ വീഞ്ഞ് കളഞ്ഞ് തുരുത്ത് പുതിയതാക്കണം. പുതിയ വീഞ്ഞ് പുതിയ തുരുത്തിലായിരിക്കണം നിറയ്ക്കേണ്ടത്, അല്ലെങ്കിൽ അത് ചീത്തയാവുമെന്ന് കർത്താവ് പറഞ്ഞേക്കണേ. മനസ്സിലായി? പഴയ വീഞ്ഞിൽ കൂടി പുതിയ വീഞ്ഞെടുത്ത് ഒഴിക്കാമെന്ന് നിങ്ങൾ വിചാരിച്ചാൽ അതൊരിക്കലും ശരിയാവില്ല. നിങ്ങൾ പഠിച്ചത്, നിങ്ങളെ പഠിപ്പിച്ചത്, പാസ്റ്റർമാർ പഠിപ്പിച്ചതെല്ലാം നിങ്ങൾ മറക്കണം. എന്നിട്ട് ദൈവത്തിൻ്റെ യഥാർത്ഥമായ വചനത്തിൻ്റെ എന്താണ് ശരിക്കുള്ള അർത്ഥമെന്ന് ആ പഴയ തുരുത്ത് മാറ്റി പുതിയ തുരുത്തിൽ, അല്ലെങ്കിൽ ആ പഴയ തുരുത്ത് തുടച്ച് വൃത്തിയാക്കി അതിനകത്ത് പുതിയ വീഞ്ഞ് നിങ്ങൾ കരുതി വയ്ക്കണം. എന്നാലാണ് നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. ദൈവാത്മാവ് സംസാരിക്കുമ്പോൾ സംസാരിച്ചിട്ട് പോകും, അല്ലാതെ അത് കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നേ പറയുള്ളൂ. അത് ആവശ്യമുള്ളവർക്കേ ആവശ്യമുള്ളൂ. അത് നീ ഇത് പാലിക്കണം, അല്ലെങ്കിൽ നീ എൻ്റെ വാക്ക് കേൾക്കണം എന്നൊന്നും ദൈവാത്മാവ് പറയില്ല. മനസ്സിലായോ? ഇനി നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തണം. കർത്താവ് അതാ പറയുന്നത്, അന്വേഷിക്കുവിനെന്ന്. അല്ല അത് ദൈവം കൊണ്ടുവന്ന് നമ്മുടെ വായിലിട്ട് നമ്മളെല്ലാവരും രക്ഷിക്കണമെന്ന് ദൈവത്തിന് ആഗ്രഹമില്ല. കാരണം അത് പറ്റില്ല. കാരണം ഈ ലോകത്തിൻ്റെ അധികാരി സാത്താനാണ്. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുണ്ടോ എന്ന് അവിടുന്ന് വീക്ഷിക്കുന്നു എന്നാണ്
ബൈബിളിൽ പറയുന്നേ. അപ്പം അതുകൊണ്ട് ദൈവത്തെ നമ്മൾ അന്വേഷിക്കണം. മനസ്സിലായോ? വചനത്തോട് കൂറുള്ളവരോട് സംസാരിച്ചിട്ടേ കാര്യമുള്ളൂ, അല്ലാത്തവരോട് സംസാരിച്ചിട്ട് കാര്യമില്ല. വചനം അറിയാത്തവരോട് എന്തൊക്കെയോ മനസ്സിൽ ധരിച്ചു വെച്ചിട്ട് അതാണ് സത്യമെന്ന് വിചാരിക്കുന്നവരോട് ഒന്ന് പറഞ്ഞിട്ടും ഒന്നും മനസ്സിലാവില്ല. നിങ്ങളൊക്കെ മനുഷ്യൻ്റെ മാനമാണ് ഇച്ഛിക്കുന്നത്, പക്ഷെ നമ്മൾ ദൈവത്തിൻ്റെ മാനമാണ് ഇച്ഛിക്കേണ്ടത്. നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾ ആരുടെ ഭാഗത്താണ്? അദോനായുടെ ഭാഗത്താണോ? അദോന എന്ന് പറയുമ്പോൾ പലർക്കും അറിയണ്ടാവില്ല അല്ലേ? അപ്പോൾ എന്താ അദോന എന്ന് പറഞ്ഞാൽ, യഹൂദന്മാർ ദൈവത്തെ പേര് പോലും ഉച്ചരിക്കില്ല. കർത്താവിൻ്റെ നാമം വൃദ്ധ പ്രയോഗിക്കരുത്. ഇന്നത്തെ ക്രിസ്ത്യാനിയുടെ മാതിരി കുപ്പിഭൂതത്തിൻ്റെ മാതിരി എപ്പോഴെപ്പോഴും വിളിച്ച് പേര് പറയുന്ന ആളല്ല. അപ്പോൾ അവർ ദൈവത്തെ സൂചിപ്പിക്കുകയാണ് അദോന എന്ന ഇതിൽ. അപ്പോൾ അതുകൊണ്ട് അദോന എന്ന വാക്ക് ദൈവത്തെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ നീ സ്വയം ചിന്തിക്ക്, നീ ആരുടെ ഭാഗത്താണ്? മോശ ചോദിച്ചില്ലേ അദോനായുടെ ഭാഗത്ത് ആരുണ്ട്? അപ്പോൾ നീ ചോദിക്ക്, നീ ആരുടെ ഭാഗത്താണ്? നീ അദോനായുടെ ഭാഗത്താണോ? ക്രിസ്ത്യാനിക്ക് ഒരു ചിന്തയുണ്ട്. എന്താണ്? പഴയ നിയമം യഹൂദനാണ്, പുതിയ നിയമം ക്രിസ്ത്യാനിക്കാണ് എന്ന് അല്ലേ? പഴയ നിയമത്തിൻ്റെ ദൈവം തന്നെയാണ് പുതിയ നിയമവും അല്ലേ? രണ്ടും ഒന്ന് തന്നെയാണ്. അത് അല്ലേ? ആ പഴയ നിയമത്തിലെ ദൈവം തന്നെയാണ് ഞങ്ങളുടെ ദൈവം എന്ന് ക്രിസ്ത്യാനി സമ്മതിക്കുന്നു അല്ലേ? പക്ഷേ അവർ പറയും ദൈവം യേശുവായി വന്നതിന് ശേഷം പഴയ നിയമം മായ്ച്ചു കളഞ്ഞു എന്ന്. മനസ്സിലായോ? പുതിയ നിയമം, അതൊരു പുതിയ നിയമം നിനക്ക് വേണ്ടി എഴുതുക. അത് പഴയ നിയമം പിന്നെ വായിച്ച് നോക്കേണ്ട ആവശ്യമില്ല, അതൊരു പ്രൊമോ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് നീ നോക്കേണ്ട ആവശ്യമില്ല, അതിൻ്റെ രൂപം കർത്താവായിട്ട് വന്നു കഴിഞ്ഞല്ലോ. അപ്പം നീ പഴയ നിയമം വേണ്ട എന്നാണ് ക്രിസ്ത്യാനി ധരിച്ചു വെച്ചിരിക്കുന്നത്. കാരണം ഇതെന്താ ഇങ്ങനെ ഒരു ചിന്ത ക്രിസ്ത്യാനിക്ക് സാത്താൻ വരുത്താൻ കാരണം എന്ന് വെച്ചാൽ, പഴയ നിയമം അതായത് തോറ അത് സാത്താന് ഭയമാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ, അവൻ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയപ്പോൾ ഈ അൺകോൺഷ്യസ് മൈൻഡ് അവനിൽ നിന്ന് കട്ട് ചെയ്യപ്പെട്ടു. ഈ അൺകോൺഷ്യസ് മൈൻഡ് ഇരിക്കുന്നത് ഈ തോറയിലാണ്. അപ്പോൾ ദൈവത്തിൻ്റെ പരിജ്ഞാനം ഈ പഴയ നിയമത്തിൽ കിടക്കുന്നത് കൊണ്ട് മനുഷ്യനത് കൂടുതൽ മനസ്സിലാക്കിയാൽ, അൺകോൺഷ്യസ് മൈൻഡിലൂടെ ദൈവപരിജ്ഞാനം വളർന്നാൽ അപ്പോൾ അത് സാത്താനെതിരായിട്ട് വരും. അതുകൊണ്ടാണ് ഈ ഒരു ചിന്ത ഈ നമ്മളെ സഭയിൽ ഈ ക്രിസ്ത്യാനിയുടെ ഇടയിൽ ഈ സാത്താൻ കൊണ്ട് ഇട്ടത്. പുതിയ നിയമം പഴയ നിയമത്തിൻ്റെ പൂർത്തീകരണമാണ് എന്ന സത്യം അവനറിയാൻ പാടില്ല. അതാണ് സാത്താൻ്റെ ലക്ഷ്യം. അതുകൊണ്ടാണ് പഴയ നിയമം വായിക്കേണ്ടെന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നത്. ആദിയും അന്ത്യവുമായ ദൈവം യേശുവായിലൂടെ മരണത്തെയും പാതാളത്തെയും തോൽപ്പിച്ചു. അപ്പോൾ ആദ്യ മരണം, അത് രണ്ട് മരണം ഉണ്ടല്ലോ നമുക്ക്. ആദ്യ മരണം ഈ ഭൂമിയിലാണ്. ആദ്യ മരണത്തെ നീ ഭയപ്പെടേണ്ട ആവശ്യമില്ല, പക്ഷെ നീ രണ്ടാമത്തെ മരണത്തെ നീ ഭയപ്പെടണം. ആദ്യ മരണം കർത്താവിന് വേണ്ടിയാണെങ്കിലും നിനക്ക് രണ്ടാമത്തെ മരണം ഉണ്ടാവില്ല. ഈ രണ്ടാമത്തെ മരണം നിത്യനരകത്തിലുള്ള വാതിലാണ്. മനസ്സിലായോ? നീ ആദ്യത്തെ മരണത്തെ നീ കർത്താവിന് കൊടുക്ക്, കർത്താവിന് വേണ്ടി നീ ജീവിക്ക്, നിന്റെ ജഡികമായ ശരീരം വിട്ടുകൊടുക്ക്. അപ്പോൾ നിനക്ക് രണ്ടാമത്തെ മരണം ഉണ്ടാവില്ല അല്ലേ? പശ്ചാത്തപിക്കുന്ന ഏതൊരു പാപിക്കും ദൈവസന്നിധിയിൽ സീറ്റുണ്ട്. 100 ആടുകളിൽ ഒരെണ്ണം കാണാതെ പോയാൽ നമ്മുടെ കർത്താവ് ഒന്നിന് വേണ്ടിയിട്ട് 99നെയും വിട്ട് ഒന്നിന് വേണ്ടി അത് നടക്കുകയാണ് നമ്മുടെ ദൈവം ചെയ്യുക. ആ ഒന്ന് തിരിച്ചു വന്ന് കഴിയുമ്പോൾ മറ്റുള്ള ആടുകളെ പോലെ തന്നെ ഒരു പക്ഷെ അതിനേക്കാൾ അപ്പുറം സ്നേഹം കൊടുക്കുന്ന ഒരു അപ്പനാണ് നമ്മുടെ ദൈവം. മനസ്സിലായോ? നിങ്ങൾ ബൈബിള് പുതിയ നിയമം, ഇനിയിപ്പോൾ പുതിയ നിയമം ഞാൻ പറഞ്ഞുതരാം. പഴയ നിയമം പുതിയ നിയമം ഒന്നാന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കൊന്നുമില്ലല്ലോ. രണ്ടും എല്ലാം സെയിം ആണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഒരു ആത്മാവുള്ളവർക്കേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പുതിയ നിയമത്തിലേക്ക് വരാം. പത്രോസ്ലീഹായും യൂദാസിനെയും നമുക്ക് എടുക്കാം അല്ലേ? പത്രോസ്ലീഹ യേശുവായെ തള്ളി പറഞ്ഞില്ലേ? പക്ഷെ നേരം വെളുക്കുന്നവരെ പത്രോസ്ലീഹ മനം നൊന്ത് കരഞ്ഞു, മാപ്പപേക്ഷിച്ചു. പിന്നീട് ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേൽക്കുകയാണ് ചെയ്തത്. അപ്പോൾ കർത്താവ് ആ പത്രോസിന് സഭയുടെ താക്കോൽ തന്നെ കൊടുത്തു. മറ്റ് ശിഷ്യന്മാരെക്കാൾ കൂടുതൽ അനുഗ്രഹിച്ചു പത്രോസ്ലീഹനെ. മനസ്സിലായോ? എന്തിന്? ദൈവത്തെ ഒറ്റിക്കൊടുത്ത യൂദാസിന് പോലും ദൈവം പശ്ചാത്തപിക്കാൻ ഒരു അവസരം കൊടുത്തു. പക്ഷേ പശ്ചാത്തപിച്ച് തിരിച്ചു വരുന്നതിന് പകരം അവൻ എന്താ ചെയ്തത്? അവൻ പത്രോസിനെ പോലെ തന്നെ ദൈവത്തെ സ്നേഹിച്ചിരുന്നു എങ്കിൽ അവൻ തിരിച്ചു വന്നേനെ. തിരിച്ചു വന്നാൽ തീർച്ചയായിട്ടും ദൈവം അവനെ സ്വീകരിച്ചേനെ, പത്രോസിനെ പോലെ തന്നെ സ്വീകരിച്ചേനെ. പക്ഷെ അവൻ തിരിച്ചു വന്നില്ല. അവൻ്റെ സബ് കോൺഷ്യസ് മൈൻഡ് തുറന്നിട്ട് കൊടുത്തു, കയ്യിനെ പോലെ. ആർക്ക്? സാത്താന്. പണ്ട് കയ്യൻ സാത്താന് സബ് കോൺഷ്യസ് മൈൻഡ് തുറന്നിട്ട് കൊടുത്തതിൻ്റെ ഫലമായിട്ടാണല്ലോ പാപം ഈ റൂളറായത്.
നമ്മുടെ ലോകത്തിൻ്റെ. അതുപോലെ തന്നെ യൂദാസും തൻ്റെ സബ് കോൺഷ്യസ് മൈൻഡ് സാത്താന് തുറന്നിട്ട് കൊടുത്തു. അപ്പോഴാണ് സാത്താൻ അവൻ്റെ ഉള്ളിൽ കയറി അവനെ ആത്മഹത്യ ചെയ്യിപ്പിച്ചത്. അതോടുകൂടി രണ്ടാമത്തെ മരണത്തിലേക്ക് അവനെ അത് വഴി തെളിയിച്ചു. മനസ്സിലായോ? അപ്പോൾ രണ്ടാമത്തെ മരണം, അതിനെയാണ് നമ്മൾ ഭയക്കേണ്ടത്. ഇനി ഈ പത്രോസിനെ പോലെ തന്നെ യൂദാസിനെയും കർത്താവ് പല സ്ഥലത്തും തിരുത്തി കൊടുത്തിട്ടുണ്ട്. പത്രോസിനെ പല സ്ഥലത്തും ശകാരിച്ചിട്ടുണ്ട് അല്ലേ? പക്ഷേ അതിൽ ഈ 2 പേരിൽ ഒരാളെ തിരിച്ചു വന്നുള്ളൂ, പത്രോസ് ലീഹ മാത്രം. യൂദാസ് തിരിച്ചു വന്നില്ല. ഈ മഗ്ദലന മറിയം കർത്താവിൻ്റെ കാല് കഴുകുന്ന ആ സന്ദർഭത്തിൽ അവിടെ ഇരുന്ന് പറഞ്ഞില്ലേ, ഇവൾ എന്ത് തരക്കാരിയാണെന്ന് അറിയും ദൈവാത്മാവുള്ളവനാണെങ്കിൽ എന്ന് വെറുതെ. അത് യൂദാസ് ലീഹായാണ്, യൂദാസാണ്. അപ്പോൾ തന്നെ കർത്താവ്, ബൈബിൾ വായിച്ച് നമുക്ക് യൂദാസിനോട് മറുപടി പറയണ പോലെ തോന്നില്ല. കർത്താവ് പറഞ്ഞില്ലേ, എൻ്റെ വിചാരം ഞാൻ അറിയുന്നെന്ന് പറഞ്ഞിട്ട്. അപ്പോഴൊക്കെ യൂദാസിന് കർത്താവ് തെറ്റിത്തിരുത്താൻ വേണ്ടിയിട്ട് കുറേ അവസരങ്ങൾ കൊടുത്തു. പക്ഷേ യൂദാസ് അതെല്ലാം മനസ്സിൽ കൂട്ടി വെച്ച് വൈരാഗ്യമുണ്ടാക്കി യൂദാസ് കർത്താവിനെ ഒറ്റിക്കൊടുക്കാനുണ്ടായത്. പത്രോസ് ലീഹയെ പോലെ തിരിച്ചു വരികയല്ല. ഇതുപോലെ എല്ലാ ക്രിസ്ത്യാനിക്കും ഒരു അവസരമുണ്ട്. ദൈവം യേശുവായിരുന്നു, യേശുവായി വന്നു എന്ന പരിജ്ഞാനം കൂടുതൽ കിട്ടിയത്, യഹൂദനേക്കാൾ കൂടുതൽ കിട്ടിയത് ക്രിസ്ത്യാനിയെ നിനക്കായിരുന്നില്ലേ? അപ്പോൾ നീ തിരിച്ചു വാ. പുതിയ നിയമം പഴയ നിയമത്തിൻ്റെ പൂർത്തീകരണമാണ് എന്ന യേശുവ പറഞ്ഞേ. എന്നിട്ട് പറയാണ്, ഞാൻ നിയമങ്ങളെ മാറ്റാനാണെന്ന് നീ നനയ്ക്കുകയേ ചെയ്യരുതെന്നാ പറഞ്ഞത്. മനസ്സിലായ? നിയമത്തിൻ്റെ പൂർത്തീകരണമാണ് ഞാൻ എന്നാണ് യേശുവ പറഞ്ഞത്. അപ്പോൾ യേശുവായെ പൂർണ്ണമായി മനസ്സിലാക്കിയാൽ പഴയ നിയമത്തിലൂടെ ദൈവം പറയാൻ ആഗ്രഹിച്ച പ്രവാചകന്മാർക്ക് മാത്രം വെളിപ്പെടുത്തി കിട്ടിയ ആ രക്ഷ, യേശുവായിലൂടെയാണ് നമുക്ക് ആ രക്ഷ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ യേശുവായെ തന്നെ നിങ്ങൾ എടുത്തു നോക്കിക്കോ, മാതൃകയായിട്ട് എടുത്തു നോക്ക്. ഈ പഴയ നിയമത്തിലെ എല്ലാ നിയമങ്ങളും പാലിച്ചു പോന്ന ഒരു യഹൂദനായ മനുഷ്യനായിരുന്നു യേശുവ. 10 പ്രമാണങ്ങളും പാലിച്ചു പോന്ന ഒരു യഹൂദനായ മനുഷ്യനായിരുന്നു യേശുവ. അതുകൊണ്ടാണ് 5 കോടതിയിൽ വിചാരണ ചെയ്തിട്ടും യേശുവ കുറ്റക്കാരനായിരുന്നു എന്നവർക്ക് തെളിയിപ്പിക്കാൻ പറ്റിയില്ല. ഈ നിയമങ്ങളെല്ലാം അനുഷ്ഠിച്ചു പോന്ന ഒരു യഹൂദൻ്റെ അടുത്ത് യേശുവാക്ക് പ്രത്യേക ഈ പുതിയ നിയമത്തിൽ നീ ഇതൊക്കെ അനുഷ്ഠിക്കി, നീ ശബാത്ത് ആചരിക്കി, ഇതൊക്കെ ചെയ്യ് എന്ന് എടുത്തു പറയേണ്ട ആവശ്യമില്ല. കാരണം അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ഈ നിയമങ്ങൾക്ക് യഹൂദർ കൊടുത്തിരുന്നു. അതുകൊണ്ടല്ലേ യേശുവായ ക്രൂശിൽ തെറിച്ചത്. കാരണം ദൈവത്തെ ഒരു മനുഷ്യനായി അംഗീകരിക്കാൻ അവർക്ക് പറ്റില്ലായിരുന്നു. അതായത് യഹൂദൻ്റെ രക്തത്തിൽ ഉള്ളതായിരുന്നു ഈ നിയമങ്ങൾ. കർത്താവ് അങ്ങനെയാണ് അവർ ആക്കി കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ നിയമങ്ങൾ ഇവർക്ക് പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ യേശുവ ഈ ശബാത്തിനെ കുറിച്ചും പ്രത്യേകമായിട്ട് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. കാരണം അത് അവർക്ക് അറിയാം. അത് നിങ്ങൾ മനസ്സിലാക്ക്. എന്ന് വെച്ചിൽ പഴയ നിയമമൊന്നും വേണ്ട, ഞാനൊരു പുതിയ നിയമമാണ് നിങ്ങൾക്ക് ക്രിസ്ത്യാനിക്ക് കൊണ്ടു തന്നേക്കണെന്നാണോ കർത്താവ് യേശുവ പറഞ്ഞതിൻ്റെ അർത്ഥം? ക്രിസ്ത്യാനിയെ നീ ഇതൊക്കെ തെറ്റിച്ചോ എന്നാണോ യേശുവ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ യേശുവാക്കത് തെറ്റിച്ച് കാണിക്കാമായിരുന്നില്ലേ? പഴയ നിയമം ഒന്നും അല്ല ശരി, ഇതിപ്പോൾ ഞാൻ വന്നു, ഇനി പുതിയ നിയമമാണ്, നിങ്ങൾ അതൊന്നും പാലിക്കേണ്ട എന്നുണ്ടെങ്കിൽ യേശുവാക്ക് ഈ നിയമങ്ങളൊക്കെ തെറ്റിച്ച് കാണിക്കായിരുന്നില്ലേ? അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? യഹൂദൻ പറഞ്ഞതുപോലെ, യഹൂദൻ ക്രൂശിൽ തറച്ചതുപോലെ നീയും വീണ്ടും കർത്താവിനെ കുറ്റം പറയുകയാണ്, ന്യായം വിധിക്കുകയാണ്. 5 കോടതി വിചാരണ ചെയ്തിട്ടും ഈ നിയമങ്ങളെല്ലാം കർത്താവ് പാലിച്ചിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. അവർക്കത് തെളിയിക്കാൻ സാധിച്ചില്ല പാലിച്ചിരുന്നില്ല എന്ന്. വീണ്ടും നീ ഇത് പറയുമ്പോൾ നീ എന്താ ചെയ്യുന്നത്? നീ വീണ്ടും യഹൂദൻ്റെ പോലെ തന്നെ യേശുവായ കുറ്റം വിധിക്കുകയല്ലേ ചെയ്യണേ? ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്ക്. ദൈവത്തിന് ഒരു വാക്കേ ഉള്ളൂ. അത് അപ്പൻ മോനായി വന്നാലും വാക്കിന് മാറ്റില്ല. മനസ്സിലായോ? ക്രിസ്ത്യാനി നീ എന്താ പറയണേ? അപ്പൻ്റെ വാക്കനുസരിക്കണ്ട എന്നല്ലേ? അപ്പോൾ നീയും കുറ്റം വിധിച്ച യഹൂദനും തുല്യം തന്നെയല്ലേ? യഹൂദൻ അന്ന് അത് ചെയ്തത് ദൈവത്തിൻ്റെ പ്ലാൻ നിറവേറ്റാൻ വേണ്ടിയായിരുന്നു. ആ ക്രൂശ് മരണം അന്ന് നടക്കേണ്ടതായിരുന്നു. അതിൻ്റെ കഥയൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. ആ സത്യങ്ങളെല്ലാം, ആ മർമ്മങ്ങളെല്ലാം. അപ്പോൾ യഹൂദന് അതിന് വേണ്ടിയിട്ടാണ് ദൈവം അങ്ങനെ അവനെ കുരുടാക്കി വെച്ചത് അല്ലേ? പക്ഷെ നീയോ നീ ചിന്തിച്ച് നോക്ക്. എല്ലാം അറിഞ്ഞ നീയും ഇങ്ങനെ പറയുകയാണെങ്കിൽ കഷ്ടം തന്നെയല്ലേ? നിങ്ങളൊന്ന് ചിന്തിക്ക്. പഴയ നിയമം തന്നെയാണ് പുതിയ നിയമം. നിയമത്തിന് ഒന്നും മാറ്റമില്ല. അത് നിത്യനിയമമാണെന്നേ. നാളെയും നിത്യരാജ്യത്തിലും അതിന് മാറ്റമില്ല. കാരണം ആ നിയമങ്ങൾ ദൈവത്തിൻ്റെതാണ്, ദൈവരാജ്യത്തിൻ്റെതാണ്.
മനസ്സിലായോ? രണ്ട് നിയമങ്ങളും പൊരുളും മർമ്മവും എല്ലാം ഒന്ന് തന്നെയാണ്. പക്ഷേ ആ പരിജ്ഞാനം മനസ്സിലാക്കണമെങ്കിൽ ദൈവാത്മാവിൻ്റെ ഇടപെടൽ വേണം. ആ സത്യം മനസ്സിലാക്കണമെങ്കിൽ ആരൊക്കെ നിന്നിലൂടെ സാത്താൻ നിന്നിലേക്ക് ആരിലൂടെയൊക്കെ പഴയ വീഞ്ഞ് നിന്നിലേക്ക് തുരുത്തിലേക്ക് തന്നിട്ടുണ്ടോ അതെല്ലാം നീ തുടച്ച് വൃത്തിയാക്കി ആ തുരുത്തിൽ നീ പുതിയ വീഞ്ഞ് നിറയ്ക്കണം. എങ്കിലേ ഈ പരിജ്ഞാനം നിനക്ക് കിട്ടുള്ളൂ. മനസ്സിലായോ? സത്യങ്ങൾ യേശുവായിലൂടെ യഥാർത്ഥമായ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം. യേശുവയാണ് നമുക്ക് ആ വ്യൂ, യേശുവയാണ് യഥാർത്ഥമായ മാതൃക. സ്വന്തം പിതാവിനോട് പ്രാർത്ഥിച്ച് എപ്പോഴും പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റി ജീവിച്ചിരുന്ന യേശുവായ ാണ് നമ്മൾ മാതൃകയാക്കി എടുക്കേണ്ടത്. അല്ലാതെ പുതിയ നിയമം ക്രിസ്ത്യാനിക്ക് മാത്രമായിട്ട് തന്നിരിക്കുന്നു എന്ന് പറയുന്ന നമ്മുടെ ഇപ്പോഴത്തെ പഠിപ്പിക്കലുകളെയല്ല. അതായത് പരദൂഷണം പറയുന്ന ഒരാളെ പോലെ തന്നെയാണ് അത് കേൾക്കുന്ന ഒരുത്തനും. രണ്ടുപേരും ഒരേ കുറ്റക്കാരൻ. ഈ പരദൂഷണം പറയുന്ന ആളിൽ സാത്താൻ പ്രവർത്തിക്കുന്ന പോലെ തന്നെ അത് കേൾക്കുന്ന ആ നിമിഷവും നിന്നിലും പ്രവർത്തിക്കുന്നേ. ചിലവർ പറയുന്നില്ല, ഞാൻ എല്ലാ വീഡിയോകളും കേൾക്കും, നന്മയും കേൾക്കും തിന്മയും ഒക്കെ കേൾക്കും, അത് രുചിച്ചറിയും, എന്നിട്ടാണ് ഞാനത് പരിശോധിച്ചിട്ട് എടുക്കാറെന്നല്ലേ. തിന്മയാണ് എന്ന് നീ അറിഞ്ഞാൽ നീ പിന്നെ എന്തിനാ തിന്മയ്ക്ക് ചെവി കൊടുക്കുന്നേ? ദൈവത്തിൻ്റെ അല്ലാത്ത ഒരു ഭാഷ നിനക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണെങ്കിൽ നീ എന്തിനാ ചെവി കൊടുക്കുന്നേ? ടെസ്റ്റ് ചെയ്യാനോ? അതോ സാത്താനെയോ? സാത്താൻ നിന്നെ വഴി തെറ്റിക്കില്ലേ? അവ കുറുക്കനല്ലേ? നാം വിചാരിക്കുന്ന രീതിയിലാണോ സാത്താൻ വരുന്നത്? നന്മ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് അത് തെറ്റിക്കാതെ പാപം ചെയ്യാതെ നമ്മൾ ആ നന്മയിൽ ഉറച്ചു നിൽക്കണം. പഴയ നിയമത്തിൽ യേശുവ എന്താണ് തന്നെ വെളിപ്പെടുത്തിക്കൊണ്ട് യേശുവ വന്നല്ലേ ശിഷ്യന്മാർക്ക്. എങ്കിൽ യേശുവായുടെ മരണശേഷം ശിഷ്യന്മാർ അത് പാലിക്കില്ലായിരുന്നു. ഇനിയിപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെയാണെന്ന് വിചാരിക്കില്ലേ? യേശുവ പറഞ്ഞ പുതിയ നിയമത്തിലെ പഴയ നിയമത്തിലെ നിയമങ്ങളൊന്നും നിങ്ങൾ അനുഷ്ഠിക്കേണ്ട അല്ലേ? അപ്പം അത് യേശുവായുടെ ശിഷ്യന്മാർ അനുഷ്ഠിക്കില്ലായിരുന്നു. പക്ഷെ നമ്മൾ എന്താ കാണുന്നത്? പുതിയ നിയമം വായിക്കുമ്പോൾ പൗലോസ്ലീഹയുടെ കുറേ ലേഖനങ്ങൾ എടുത്ത് നോക്കിയാൽ എല്ലാം ശബാത്തിലാണ് പൗലോസ്ലീഹ പലയിടത്തും പ്രസംഗിച്ചത്. യേശുവായെ പോലെ തന്നെ പ്രധാന തിരുനാളുകൾക്ക് ജെറുസലേമിലേക്കുള്ള ആ ഓട്ടം ഇതെല്ലാം കാണിക്കുന്നത് അവരുടെ ആ 7 പെരുന്നാളുകളും അല്ലെങ്കിൽ അവർ യഹൂദന്മാർ ആചരിച്ചിരുന്നു പോന്നിരുന്ന എല്ലാ ദിനങ്ങളും ഇവരും ആചരിച്ചിരുന്നു. ശബാത്തും അവർ ആചരിച്ചിരുന്നു. ഇതെന്താ നിങ്ങൾക്ക് മനസ്സിലാവാത്തത്? അതായത് യേശുവായെ പോലെ 10 കൽപ്പനകൾ യേശുവായുടെ ശിഷ്യന്മാരും അനുഷ്ഠിച്ചു പോന്നിരുന്നു. മനസ്സിലായോ? അപ്പോൾ പഴയ നിയമം യഹൂദനും പുതിയ നിയമം ക്രിസ്ത്യാനിക്കും എന്ന് എവിടെയാണ് ബൈബിളിൽ പറയുന്നത്? പുതിയ നിയമവും എഴുതിയത് യഹൂദനല്ലേ? യഹൂദന് വേണ്ടിയിട്ടല്ലേ പുതിയ നിയമവും എഴുതിയത്? അല്ലാണ്ട് നിങ്ങളെ പേര് അതിൽ എവിടെയെങ്കിലും കൊടുത്തിട്ടുണ്ടോ ക്രിസ്ത്യാനി എന്ന വിഭാഗത്തെക്കുറിച്ച്? ഇല്ലല്ലോ. ബൈബിൾ മുഴുവനും യഹൂദൻ്റെയാണ്. യഹൂദനാണ് അത് എഴുതിയത്. പക്ഷെ യഹൂദൻ്റെ ദൈവത്തെ മാത്രം കടമെടുത്ത് ക്രിസ്ത്യാനിയെ നീ എങ്ങോട്ടാ പോകുന്നത്? യഹൂദനെ ദ്വേഷിച്ച് നീ എങ്ങോട്ടാ നിൻ്റെ യാത്ര? ജാതികളായ ക്രിസ്ത്യാനിക്ക് യഹൂദൻ്റെ കൂടെ കൂടിയാലേ ദൈവത്തിൻ്റെ ആ സഭയാകാൻ സാധിക്കുള്ളൂ. ജാതികൾക്ക് വേണ്ടി വന്ന പൗലോസ്ലീഹ പോലും എന്താ പറയുന്നത്? എൻ്റെ വാക്കുകളാൽ എൻ്റെ സഹോദരർക്ക് ആർക്കെങ്കിലും സ്പർദ്ധ ജനിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഞാൻ സംസാരിക്കണമെന്ന്. അതുപോലെയാണ് മനസ്സിലായി. യഹൂദന് അല്ലെങ്കിലും നമ്മൾക്ക് രക്ഷ കിട്ടണമെങ്കിൽ അത് യേശുവായിലൂടെയാണ്. ആ സ്പർദ്ധ ഈ വചനം കേൾക്കുമ്പോൾ ആർക്കൊക്കെ ഇടയൻ്റെ സൗണ്ട് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടോ? ഓൺലി അപ്പൻ്റെ മക്കൾക്ക് മാത്രമേ ആ ശബ്ദം തിരിച്ചറിയാൻ സാധിക്കുള്ളൂ. മറ്റുള്ളവർക്ക് സാധിക്കില്ല. അവർ സ്വന്തം അപ്പനാണെന്ന് കരുതി ചെന്നായുടെ സൗണ്ട് കേട്ടാലും അവർ അതിൻ്റെ കൂടെ പോകും. മനസ്സിലായോ? ഞങ്ങൾ പറയുന്നത് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ അവരെ ദൈവം കണ്ടിട്ടുണ്ട്. ദൈവത്തിൻ്റെ സൗണ്ട്, ആ ഇടയൻ്റെ അപ്പൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ അവർക്ക് മനസ്സിലാകുന്നുണ്ട്. അവർക്കാണ് രക്ഷയ്ക്ക് ചാൻസ്. അല്ലാതെ അത് മനസ്സിലാക്കണമെങ്കിൽ ആ അർത്ഥവും ആ ഒരു മർമ്മങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ യേശുവായ മാതൃകയാക്കി ആ വ്യൂവിലൂടെ നമ്മൾ വചനം വായിക്കണം. മനസ്സിലായോ? അങ്ങനെ വായിച്ചാൽ നമുക്ക് തെറ്റുപറ്റില്ല. ആർക്കും നമ്മെ തെറ്റിക്കാനും പറ്റില്ല. മനസ്സിലായോ? ഭീരുക്കൾ സ്വർഗരാജ്യത്തിൽ കിടക്കില്ല. മനസ്സിലായോ? അപ്പോൾ നമ്മളത് മനസ്സിലാക്കണം. പഴയ നിയമവും പുതിയ നിയമവും ഒന്നാണ്. പുതിയ നിയമം ക്രിസ്ത്യാനിക്ക് എന്നൊക്കെ ഉള്ളത് ഒരു മണ്ടത്തരാണ്. അത് വായിക്കുമ്പോൾ മനസ്സിലാകുന്ന ഈ പഴയ നിയമം തന്നെയാണ് പുതിയ നിയമം പറയുന്നത്. എന്നിട്ട് പുതിയതായിട്ട് ക്രിസ്ത്യാനിക്ക് കൊണ്ടുവന്ന ഒരു നിയമങ്ങളൊന്നും അതിനകത്തില്ല. പിന്നെ ഇനി
ചിലവരൊക്കെ ചോദിക്കൂലേ, നിങ്ങൾക്കൊരു ഗ്രൂപ്പ് ഉണ്ടോ, നിങ്ങൾക്കൊരു പ്രാർത്ഥന കൂട്ടായ്മ ഉണ്ടോ എന്നൊക്കെ. ഇപ്പോൾ ഞാൻ റീന ഫ്രാൻസിസിൻ്റെ വീഡിയോസ് നിങ്ങൾ കേൾക്കുമെന്ന് പറഞ്ഞപ്പോൾ കുറേ പേര് കമൻസിലൂടെ നിങ്ങളുടെ ഗ്രൂപ്പിൽ ഞങ്ങളെയും കൂടെ ചേർക്കോ, ഞങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഗ്രൂപ്പ് ഒന്നുമില്ല ആർക്കും, മനസ്സിലായോ. ഞങ്ങൾക്ക് പരസ്പരം അറിയില്ല, ഞങ്ങളുടെ ഫോൺ നമ്പറോ പേഴ്സണലായിട്ടുള്ള ഒരു കാര്യം അറിയില്ല, ഒരു കൂട്ട പ്രാർത്ഥനയില്ല. ഒരേപോലെ ചിന്തിക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾ, ആത്മാവാണ് ഞങ്ങളെ കണക്ട് ചെയ്യിപ്പിച്ചത്, മനസ്സിലായോ. ഞങ്ങളും റീനാമ്മയുടെ ലൈവ് കാണുന്നേ ഉള്ളൂ, നിങ്ങളെ പോലെ തന്നെ, അല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പോൾ റീനാമ്മയുടെ ലൈവ് കാണുന്നു. ആ ജെറുസലേമിൽ നിന്ന് ഏശയ്യ 2:3 പറഞ്ഞിട്ടുള്ള ജെറുസലേമിൽ നിന്ന് ഒഴുകുന്ന ആ ഒരു മർമ്മം ഞങ്ങൾ കേൾക്കുന്നു. പക്ഷെ ആത്മാവിനാൽ ഞങ്ങൾ കണക്റ്റഡ് ആണ്. ഞാൻ പറഞ്ഞില്ല, അത് മനസ്സിലാക്കുന്നവർക്കേ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. നിങ്ങൾക്ക് ഞങ്ങളുടെ ഗ്രൂപ്പിൽ ചേരാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ആ ലൈവുകൾ കാണാൻ, റീനാമ്മ പറയുന്നത് അത് മനസ്സിലാക്കുന്നുണ്ടോ, മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ, അപ്പോൾ ഞങ്ങളുടെ ഗ്രൂപ്പിലാണ്. അല്ലാണ്ട് ഇത് ഗ്രൂപ്പോ പ്രാർത്ഥനാ കൂട്ടായ്മയോ ഒന്നുമല്ല, മനസ്സിലായി. നമ്മൾ എപ്പോഴും കൂട്ടം ചേർന്ന് നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വഴി തെറ്റും. നമ്മൾ ഒറ്റയ്ക്ക് കർത്താവിൻ്റെ കൂടെ സംസാരിക്കണം, കർത്താവിൻ്റെ കൂടെ നടക്കണം. കഴുതക്കൂട്ടങ്ങളാവാണ്ട് സിംഹം വരുന്ന മാതിരി ഒറ്റയ്ക്ക് വളരണം. എങ്കിലും നമുക്ക് ഈ അവസാന കാലത്ത് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഇതിനൊരു കൂട്ടായ്മയോ ഒന്നുമില്ല. ആത്മാവാണ് ഇത് കണക്റ്റഡ് ആക്കിയിരിക്കുന്നത്. ഭീരുക്കളെ സ്വർഗ്ഗരാജ്യത്തിൽ ഒരിക്കലും കിടക്കില്ല, മനസ്സിലായി. ഈ ആത്മീയ ജീവിതം എന്ന് പറഞ്ഞാൽ ഒട്ടും എളുപ്പമല്ല. അതൊരു കട്ടിയായ ടാസ്ക്കാണ്. കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞവർക്ക് കൂടുതൽ താലന്ത് കർത്താവ് പ്രതീക്ഷിക്കും, മനസ്സിലായോ. നിങ്ങൾ തന്നെ സ്നാപക യോഹന്നാൻ്റെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പും യേശുവായുടെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പും നിങ്ങൾ എടുത്തു നോക്കി. അതായത് സ്നാപക യോഹന്നാൻ്റെ അപ്പൻ സക്കറിയ പുരോഹിതനായിരുന്നു അല്ലേ. അപ്പം സക്കറിയ എങ്ങനെയാണ് ഇത് സംഭവിക്കുക, ഞാനും എൻ്റെ ഭാര്യയും വൃദ്ധരല്ലേ അല്ലേ, ഇത് എങ്ങനെ എന്നിൽ സംഭവിക്കുക എന്ന് സക്കറിയ സംശയം ചോദിച്ചു. അപ്പോൾ എന്താ ദൂതൻ പറഞ്ഞത്, എൻ്റെ വചനം നീ അവിശ്വസിച്ചത് കൊണ്ട് നീ ഇത് സംഭവിക്കുന്നത് വരെ മൂകനാകട്ടെ എന്ന് പറഞ്ഞു. ഇതേ സംശയം തന്നെയാണ് മറിയം ചോദിച്ചത്. ഒരു പാവം കന്യക അല്ലേ, എന്താ ചോദിച്ചത്, ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ, അപ്പം ഇതെങ്ങനെ സംഭവിക്കുന്നു. അപ്പം എന്തുകൊണ്ടാണ് മറിയത്തെ ഇതുപോലെ ഒരു ശിക്ഷ കൊടുക്കാതിരുന്നത്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല മകളെ എന്നാണ് ആ ദൂതൻ പറഞ്ഞത് അല്ലേ. അതായത് സക്കറിയ ഒരു പുരോഹിതനായിരുന്നു, കൂടുതൽ ദൈവത്തെക്കുറിച്ച് പരിജ്ഞാനം കിട്ടിയ ഒരാളായിരുന്നു. മറിയയോ ഒരു പാവം കന്യകയായിരുന്നു. അപ്പോൾ കൂടുതൽ പരിജ്ഞാനം കിട്ടിയ ഒരു വ്യക്തി സംശയിക്കുമ്പോൾ അല്ലെങ്കിൽ അവിശ്വസിക്കുമ്പോൾ നമുക്ക് കൂടുതൽ ശിക്ഷ കിട്ടുമെന്നേ, മനസ്സിലായോ. അതുകൊണ്ട് ഈ പരിജ്ഞാനം കൂടുതൽ കിട്ടിയ ക്രിസ്ത്യാനിക്കാണ് യഹൂദനേക്കാൾ കൂടുതൽ ശിക്ഷ കിട്ടുക. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്ക്, യഥാർത്ഥമായ അർത്ഥം മനസ്സിലാക്ക് വചനത്തിൻ്റെ. അത് ആത്മാവിൻ്റെ ഒരു കണക്ഷനാണ് എല്ലാവരും തമ്മിൽ. അത് ദൈവാത്മാവുമായിട്ട് സംസാരിക്കുന്നവർക്കേ മനസ്സിലാക്കുള്ളൂ. ഇപ്പം എൻ്റെ കമൻസിലൊക്കെ എന്തൊക്കെയാണ് കേൾക്കുന്നത്, ഞങ്ങളാരും അത് മൈൻഡ് ചെയ്യില്ല. ഞാൻ പറഞ്ഞില്ല, നിങ്ങൾക്ക് സുഖിപ്പിക്കുന്ന രീതിയിൽ സുവിശേഷം പറയുന്ന ഒരുപാട് പേരുണ്ട്. നിങ്ങൾ അവരുടെ പുറകെ പൊക്കോ. ആരും ഞങ്ങൾ സ്നേഹിക്കണമെന്നോ ഞങ്ങളുടെ ഇത് കേൾക്കണമെന്നൊന്നുമില്ല. പക്ഷെ പൗലോസ്ലീഹ പറഞ്ഞ പോലെ ഞങ്ങളുടെ ഈ വാക്കുകൾ കേട്ടിട്ട് ആർക്കെങ്കിലും ഒരു സ്പർദ്ധ ജനിക്കുകയാണെങ്കിൽ, ദൈവം അവരെ കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് നിത്യരക്ഷ കിട്ടിയോക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. അല്ലാണ്ട് സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടോ പരസ്യത്തിന് വേണ്ടിയിട്ടോ കാശ് കിട്ടാൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല ഇത് പറയുന്നത്. എനിക്ക് അതുകൊണ്ട് നിങ്ങൾ എന്തൊക്കെ കമൻസ് ചെയ്താലും എന്തൊക്കെ ചീത്ത പറഞ്ഞാലും തെറി പറഞ്ഞാലും ഒന്നും അത് പ്രശ്നമല്ല. ഒരു ആത്മീക ജീവിതത്തിലേക്ക് ഇറങ്ങുമ്പോൾ ആത്മാവിലും ശരീരത്തിലും ഒരുങ്ങണം. കാരണം അവന് അറിയണം എനിക്ക് കുറേ സഹിക്കാനുണ്ടെന്ന്, ഞാൻ പോകുന്ന വഴി കുണ്ടും കുഴിയും എല്ലാം നിറഞ്ഞതാണെന്ന് അവൻ അറിയണം. അത് അറിഞ്ഞതിന് ശേഷം മാത്രമേ ഇതിലേക്ക് ഇറങ്ങാൻ പാടുള്ളൂ, മനസ്സിലായി. എല്ലാം നേരിടാൻ തയ്യാറായതിന് ശേഷം മാത്രമേ ഇതിലേക്ക് ഇറങ്ങാൻ പാടുള്ളൂ, അല്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അതിനുള്ള ധൈര്യം തരേണ്ടത് നമ്മുടെ പരിശുദ്ധാത്മാവാണ്. അത് പരിശുദ്ധാത്മാവുമായി എല്ലാ ദിവസവും സംസാരിക്കുന്ന ഒരു വ്യക്തിക്ക് കിട്ടുന്ന ജ്ഞാനമാണ്. അപ്പോൾ ഞാൻ നിർത്താണ്. അപ്പോൾ ആത്മീയ കച്ചവടം കാണുമ്പോൾ നിങ്ങൾ പ്രതികരിച്ച് പഠിക്കുക, മനസ്സിലായോ. പ്രതികരണ ശേഷിയുള്ള ഒരു ജനതയാവുക. അല്ലാതെ നിങ്ങളോട് ദൈവം ചോദിച്ചോളും എന്ന് പറഞ്ഞ് മാറിയിരിക്കാനല്ല, അങ്ങനെ ഒരു കഴുതയാവാനല്ല ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തത്. മത്സരിക്കുന്നവർ ഒരുപാട് പേരുണ്ടല്ലേ, പക്ഷേ നിയമാനുസൃതം മത്സരിക്കാത്ത ഒരാൾക്കും വിജയം കിട്ടില്ല. ഈ മത്സരിക്കുന്നവരിൽ നിന്ന്
ജയം കിട്ടുന്നത് ഒരുവന് മാത്രമാണ്. അത് നിങ്ങൾ ചിന്തിക്കുക. അതായത് വിശാലമായ ഈ ലോകം കടന്നു പോകുന്നത് സാത്താൻ്റെ വഴിയിലൂടെയാണ്. കർത്താവിലേക്കുള്ള വഴി ഞെരുക്കമുള്ളതാണ്. അതെങ്കിലും നിങ്ങൾ ചിന്തിച്ചൂടെ? കർത്താവിൻ്റെ വഴി ഞെരുക്കവും ഇടുങ്ങിയതുമാണെന്ന്. അപ്പോൾ ഈ വിശാലമായ ഈ ലോകം പോകുന്ന വഴിയല്ല ഇത് എന്നെങ്കിലും നിങ്ങൾക്ക് ചിന്തിച്ചൂടെ? അങ്ങനെയെങ്കിലും ചിന്തിച്ച് നിങ്ങൾക്ക് മനസ്സിലാവില്ലേ? എനിക്കറിയില്ല നിങ്ങൾക്ക് എന്താ മനസ്സിലാക്കാൻ സാധിക്കാത്തതെന്ന്. അത് ഞാൻ പറഞ്ഞത് ദൈവാത്മാവ് വരുമ്പോൾ നമുക്കെല്ലാം മനസ്സിലാകും. അപ്പോൾ ഞാൻ നിർത്താണ്. ഇതാണ് യഹൂദനും ക്രിസ്ത്യാനിയും തമ്മിലുള്ള വ്യത്യാസം. മനസ്സിലായോ? ദൈവത്തിനുള്ള എരിവ് കൂടുതൽ ക്രിസ്ത്യാനിയേക്കാൾ യഹൂദനാണ്. അപ്പോൾ യഹൂദനിലേക്ക് വളരണമെങ്കിൽ ക്രിസ്ത്യാനിയുടെ വേര് യഹൂദനിലേക്ക് നടണം. മനസ്സിലായോ? അതായത് യഹൂദനാണ് വേര്. ആ യഹൂദനിൽ നിന്ന് വെള്ളവും വളവും വലിച്ചെടുത്താലേ ഒരു ക്രിസ്ത്യാനിക്ക് രക്ഷയുള്ളൂ. ആരിലൂടെ? യേശുവായിലൂടെ. അപ്പോൾ ഇത്ര നേരം എന്നെ കേട്ട എല്ലാവർക്കും തോദാ റബ്ബ. ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നു നമ്മളിനി ഹീബ്രു ഭാഷ പഠിക്കാൻ പോവുകയാണെന്ന്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പഠിച്ചു തോദ എന്ന് പറഞ്ഞാൽ നന്ദി എന്നാണെന്ന്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്ന ഒരു വാക്ക് എന്ന് പറഞ്ഞാൽ ബാറുഖ് ഹഷേം. അതായത് പ്രൈസ് ദ ലോർഡ് എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മളപ്പോൾ പ്രൈസ് ദ ലോർഡ് എന്ന് പറയുന്നിടത്തൊക്കെ നമ്മൾക്ക് ഹീബ്രു ഭാഷയിൽ ബാറുഖ് ഹഷേം എന്ന് പറയാം. അപ്പോൾ എല്ലാവർക്കും തോദാ റബ്ബ. തോദാ.